യൂട്രസോട് കൂടി റിമൂവ് ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊന്നും ഞാൻ ചെയ്തില്ല. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞാൻ കണ്ണീരൊഴിപ്പിച്ച് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അമ്മയും ഒരു സ്ത്രീ, ഞാനും ഒരു സ്ത്രീ. അമ്മയുടെ തിരുക്കുമാരന് വേണ്ടിയിട്ട് 26 വർഷമായിട്ട് ഞാൻ കുഞ്ഞുമക്കളെ ഓരോ വർഷം എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ഞാൻ ഈശോനെ പകർന്നു കൊടുക്കുന്ന മകളാണ്. അപ്പോൾ അമ്മ എന്നെ കൈവടിയില്ലല്ലോ, ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയത്. ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്രേസി മാത്യു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഏകദേശം 35 വയസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് വല്ലാതെ ബ്ലീഡിങ് ഉണ്ടായി. നിൽക്കാത്ത രീതിയിലുള്ള ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതിനോട് അത് നിൽക്കാനുള്ള ലക്ഷണമാണ് കാണിക്കണേന്ന് പറഞ്ഞു. 35 വയസ്സിൽ പീരീഡ് നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടറും പറഞ്ഞു അതങ്ങനെ ഒരിക്കലും സാധ്യതയുള്ളതല്ല, പക്ഷേ അങ്ങനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മരുന്നൊക്കെ തന്നു വിട്ടു. ഞാൻ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കാലക്രമേണ ബ്ലീഡിങ് മാറി. അതിനുശേഷം ഒരു 10-12 വർഷത്തിന് ശേഷം എനിക്ക് പിറ്റേ മാസം തുടങ്ങി ഭയങ്കര വയറുവേദനയാണ്. ശരിക്കും പീരീഡ്സ് വരുന്ന വേദന, അടിവയറ് പൊളിഞ്ഞു പോകുന്ന വേദനയായിരുന്നു എനിക്ക്. പക്ഷേ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, വല്ലാത്ത വേദനയായിരുന്നു. അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാതായിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിലൂടെ എനിക്ക് മനസ്സിലായി, ഇത് ഡോക്ടറിനോട് പറഞ്ഞു 3 മുഴയുണ്ടെന്ന് പറഞ്ഞു ഗർഭപാത്രത്തിൽ. അപ്പം ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് വീണ്ടും ഡോക്ടർ എനിക്ക് മരുന്ന് തന്നിട്ട് വിട്ടിട്ട് പറഞ്ഞു യൂട്രസോട് കൂടി റിമൂവ് ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊന്നും ഞാൻ ചെയ്തില്ല. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞാൻ കണ്ണീരൊഴിപ്പിച്ച് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അമ്മയും ഒരു സ്ത്രീ, ഞാനും ഒരു സ്ത്രീ. അമ്മയുടെ തിരുക്കുമാരന് വേണ്ടിയിട്ട് 26 വർഷമായിട്ട് ഞാൻ കുഞ്ഞുമക്കളെ ഓരോ വർഷം എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ഞാൻ ഈശോനെ പകർന്നു കൊടുക്കുന്ന മകളാണ്. അപ്പോൾ അമ്മ എന്നെ കൈവടിയില്ലല്ലോ, ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ മാസം എനിക്ക് ആ വയറുവേദന ഒരിക്കലും അനുഭവപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ മുഴയൊന്നും ഇവിടെ കാണാനില്ല, ഇനി ഗ്രേസി മരുന്നൊന്നും കഴിക്കേണ്ട, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ കുറേ സഹനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഈശോയോട് ഒന്നും കൂടി ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ അതുപോലെ ഇപ്പോഴും ജീവിക്കുകയാണ്. അത് രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 5-8 വർഷമായിട്ടുണ്ട്. 4 വർഷമായിപ്പോൾ കൂടുതലായിരുന്നു അത്. അപ്പോൾ ആൾ ഡോക്ടറെ കാണാൻ പോകാനൊന്നും സമ്മതിക്കില്ല, ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ അല്ലാതെ ബ്ലീഡിങ് ആയി, യൂറിൻ പാസ് ചെയ്യാൻ പോകാൻ പറ്റാതെ അവസ്ഥയായി, ഭയങ്കര വേദനയായി. അപ്പോൾ ആൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാൻ പോകാമെന്ന്. അങ്ങനെ ദയാ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വേഗം ഒപ്പിട്ട് കൊടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു ഇത് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം, എന്തായാലും നമുക്ക് ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബയോപ്സിക്ക് വിടാൻ ഞാൻ സമ്മതിച്ചു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നു, അമ്മേനെ കണ്ടു, അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എൻ്റെ വേദനയും വിഷമങ്ങളൊക്കെ അമ്മ കേട്ടു, എനിക്ക് വേറെ ആരുമില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെയുള്ളൂ എന്ന് അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ എത്ര ഔഷധം ഉണ്ടെങ്കിലും എത്ര രോഗം ഉണ്ടെങ്കിലും കൃത്യം 5:30 എന്ന് പറഞ്ഞ് ഞാൻ അത് എഴുന്നേറ്റിരിക്കും. വേറൊരു പ്രാർത്ഥനയും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരിക്കലും ഞാൻ മുടക്കില്ല. എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ ബൈബിള് വായിക്കും. ഞാൻ യൂട്യൂബിലും അങ്ങനെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കോമഡികളാണ് അധികം കാണാറ്. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ സമയമൊക്കെ വെറുതെ ഞാൻ ഉഴപ്പി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി അതിന് ശേഷം എനിക്ക് കിട്ടാവുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ ബൈബിള് കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ബസ്സിലിരിക്കുമ്പോഴൊക്കെ ആയാലും എൻ്റെ മൊബൈലിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് അത് ഞാൻ വേറൊരു സാഹചര്യം ചിന്തിക്കില്ല, ഞാൻ അപ്പോൾ തന്നെ ബൈബിൾ എടുക്കും, മൊബൈലിൽ നോക്കി അത് വായിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു, ബയോപ്സിയുടെ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഇനി മത്തായിക്ക് കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവാണ്, റിസൾട്ടിൽ നെഗറ്റീവാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു.
ഇപ്പം 4-5 വർഷമായി. എൻ്റെ ഭർത്താവിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആൾക്കൊരു പ്രശ്നവുമില്ല. ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊന്നും, അതെ, ബ്ലീഡിങ് നന്നായിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നല്ല ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് നടക്കണം. പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം പട്ടയം കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 65-70 വർഷമൊക്കെ പഴക്കമുള്ള സ്ഥലമാണത്. അത് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ 10 വർഷമൊക്കെ ആയിട്ടുണ്ട്. ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് പട്ടയം ഉണ്ടായിരുന്നില്ല, കൈവശരേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സ്ഥലം കച്ചവടമാക്കാതെ എനിക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞാനത് കച്ചവടം ആൾക്കാർ വരും, അവർ വന്നിട്ട് പറയും പട്ടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നു. അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മ എന്നോട് എൻ്റെ ഉള്ളിൽ ഏശയ്യ 45:2-3 എനിക്ക് വചനം തന്നു. അതുകൊണ്ട് ഞാൻ പോയി. എന്നിട്ട് ഞാനത് താലൂക്ക് ഓഫീസിൽ പോയി. എൻ്റെ ഉടമ്പടി കാശിരോ എപ്പോഴും ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി. അവിടെ ചെന്ന് മാഡത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു തടിയം ബുക്ക്, ഇത്ര വലിപ്പമുള്ളൊരു വലിയ തടിയം ബുക്ക് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അതിലുണ്ടോയെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു, അല്ലാണ്ട് ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. ഞാനത് തിരഞ്ഞ് മറിച്ച് നോക്കി ഞാൻ അമ്മയുടെ കാശിരൂപ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഓരോ ഏട് തുറക്കുമ്പോഴും അമ്മ എൻ്റെ അതിലുണ്ടാവണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ മറിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ മറിച്ച് കഴിഞ്ഞപ്പോൾ AL 44 തൊമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കണ്ടു. അപ്പം ഞാൻ അത് വീട്ടുപേര് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം തന്ന ആളുടെ പേരിലേക്ക് പട്ടയം വന്നിരിക്കുന്നതാണ്. ആരും എന്നെ സഹായിക്കാനുണ്ടായില്ല. വീട്ടുകാർ പോലും പറഞ്ഞു അതിനി കിട്ടാൻ പോണില്ല, എത്രയോ വർഷമായി ഇതല്ലേ, അത് പോയത് തന്നെയാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അമ്മേനെ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് ചോദിക്കാൻ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ താലൂക്ക് ഓഫീസിൽ ചെന്ന് മാഡത്തിനോട് ഞാൻ പറഞ്ഞു, ഇതേ പേര് കാണാണ്ട് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ്. അപ്പം മത്തായി എന്നും പേര് താഴെ കാണുന്നുണ്ട്, കെയർ ഓഫ് എന്നും പറഞ്ഞു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, ഓക്കെ നിങ്ങൾ അപേക്ഷ വെച്ച് തന്നോളാൻ പറഞ്ഞു. അപേക്ഷ വെച്ച് കൊടുക്കാൻ ചെല്ലുമ്പോൾ അറിയണത് എന്താണെന്ന് വെച്ചാൽ ഈ തന്ന ആളുടെ ഒപ്പ് വേണം, എന്നാലാണ് പട്ടയം കിട്ടുള്ളൂ. ഈ ആളുടെ ഒപ്പ് ചോദിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആളെ ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് സാധിച്ചു. അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ അച്ഛൻ അമ്മേനെ മുട്ടിച്ച് എനിക്കൊരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു. ആ കാശുരൂപം ഞാൻ കൊണ്ടുപോയിട്ട് തോട്ടത്തിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ട് പച്ചത്തിരി കത്തിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസപ്രമാണവും ചൊല്ലി ഉപ്പും ആ തോട്ടത്തിൽ ഫുള്ളും വിതറിയിട്ടു. 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പട്ടയത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പേപ്പറുകളൊക്കെ ശരിയാക്കാനുള്ള സാക്ഷ്യം കിട്ടി. എനിക്ക് ഒരു 2-3 മാസത്തിനുള്ളിൽ വേറൊരു തടസ്സങ്ങളും കൂടാതെ അമ്മയും ഈശോയും കൂടി എനിക്ക് പട്ടയം ശരിയാക്കി തന്നു. ആ പട്ടയത്തിൻ്റെ പകർപ്പ് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ദൈവകൃപയാൽ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മയും തിരുക്കുമാരനും കൂടെ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉടമയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നിടത്തോളം ഞാൻ ചെയ്യുന്നുണ്ട്. പരമാവധി ഞാൻ പത്രം വാങ്ങിക്കുകയും കുറേ സ്ഥലത്ത് നിന്ന് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ട ഈ പത്രം, ഇത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറയും. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയണില്ല. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ആട്ടിവിട്ടു, ശരിക്കും ആട്ടിവിട്ടു. ഇത് ഈ പത്രമൊന്നും ഇവിടെ കൊണ്ടുവരണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല, ഇവിടേക്ക് കടത്തരുതെന്ന് പറഞ്ഞു. ഓക്കെ മാഡം ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞ് കൊടുത്തവരുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ തിരിച്ചു വാങ്ങിച്ചു. അതിലൊരു ചേച്ചി മാത്രം എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങി എനിക്ക് വേണമെന്ന് പറഞ്ഞു, അതിന് മാത്രം കൊടുത്തു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ കൈവടിയില്ല, എൻ്റെ ഈശോനെ ഞാൻ കൈവടിയില്ല. ഭൂമിയിലല്ലല്ലോ, ഭൂമിയിലെ ജനങ്ങളല്ലല്ലോ, ആൾക്കാരല്ലല്ലോ എൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നത്. അങ്ങനെ ഞാൻ ഈ പത്രം ഇനി ഞാൻ എവിടെയെല്ലാം കൊണ്ട് കൊടുക്കാനാണ് എൻ്റെ ഈശോ എന്നെ വിളിക്കണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്ത് നല്ല ഒരു വിശുദ്ധിയിലൂടെയുള്ളൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ഞാൻ തുടരുന്നു. അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന 1000 കോടി നന്ദി പറയുന്നു അനുഗ്രഹങ്ങൾക്കായിട്ട്.